ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് റയാൻ കൂഗ്ലറിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള സിന്നേഴ്സ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു ആസ് യൂഷ്വൽ വാമ്പയർ മൂവിയാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മൈക്കിൾ ബി ജോർദാൻ ആണ് നായകനായിട്ട് വരുന്നത്, ട്വിൻസ് ആയിട്ടാണ് വരുന്നത്. സോ ഈ ഒരു വാമ്പയർ മൂവി എന്നതിനപ്പുറത്തേക്ക് എന്നെ കാണാൻ പ്രേരിപ്പിച്ചത് ഈ രണ്ട് പേരുകളാണ്, മൈക്കിൾ ബി ജോർദാനും അതുപോലെ തന്നെ റയാൻ കൂഗ്ലറിന്റെയും ഒരു ഫാൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം അവരുടെ എല്ലാ വർക്കുകളും അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. സോ എന്തായാലും ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഈ ഒരു സിനിമ കാണാൻ പോയി. ഞാനിവിടെ ശിവദത്തിലാണ് കാണാൻ പോയത്. ഊരകം ശിവദത്തിൽ 12:30 ഷോയ്ക്കാണ് കാണാൻ പോയത്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 10-30 പേരൊക്കെ മാക്സിമം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. പടത്തിന്റെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. അതിൽ ഏകദേശം 1 മണിക്കൂറോളം പടം ആ ഒരു വേൾഡ് ബിൽഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ് പിടിച്ചിരിക്കുന്നതൊക്കെ. കാണാൻ കയറുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ബോറടിക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താണ് ഒരു ഇതിൽ ചെയ്തു വെക്കാൻ പോകുന്നതെന്നൊന്നും വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിലർ കാണുമ്പോൾ തന്നെ ട്രെയിലറിൽ കാണിക്കുന്ന സീക്വൻസുകൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. അതായത് ജംസ്കാരി സീൻ ആണെങ്കിലും ഹൊറർ എലമെന്റ്സ് ഒക്കെ വളരെ കുറച്ചാണ് കാണിച്ചിട്ടുള്ളൂ. അതും പൂർണ്ണമായിട്ടൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. സോ പടം തുടങ്ങി ഫസ്റ്റ് സീക്വൻസിൽ തന്നെ നമ്മളെ ഗ്രിപ്പ് ചെയ്ത് പിടിച്ച് നിർത്തുന്നുണ്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആകാംക്ഷയാണ് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിലുപരി ഈ ട്വിൻ ബ്രദേഴ്സ് വരുന്ന സമയം മുതൽക്കുണ്ടല്ലോ പടത്തിന്റെ ഒഴുക്കൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1932 കാലഘട്ടത്തിലാണ്. അതിൽ ഈ ഒരു മ്യൂസിക് പരിപാടി വെച്ചിട്ട് വാമ്പേഴ്സിനെ അല്ലെങ്കിൽ എവിൾസിനെ വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുക എന്ന് പറയുന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അത് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്ത് എവിൾസ് വരും എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് പടം കാണുന്ന സമയത്ത് മനസ്സിലാവും. പക്ഷെ ഉണ്ടല്ലോ അതിൽ കൊടുത്തിട്ടുള്ള ഓരോ എന്താ പറയാ സോങ്സും പ്ലേസ്മെന്റും ഇവർ തന്നെ പാടുന്ന നാടോടി പാട്ടുകൾ പോലെ പാടുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ എമ്മാതിരി റേഞ്ചിലാണ് അത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ലിറിക്സ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ടോൺ ആണെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ വേറെ വൈബിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങളാണ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൈഡും ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഒരു കൗബോയ് സ്ട്രക്ചറിലൊക്കെ ഉള്ള മ്യൂസിക് പരിപാടിയൊക്കെ ഹൊറർ പടത്തിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു സെറ്റപ്പ്. അതുപോലെ തന്നെ ഇതിലത്തെ ക്യാരക്ടേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മൈക്കിൾ ബി ജോർദാൻ അല്ലാതെ തന്നെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്, പേരൊന്നും എനിക്ക് അധികം അറിയില്ല. ഇതിൽ അഭിനയിച്ച ഓൾമോസ്റ്റ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി വില്ലനായിട്ട് വന്നിട്ടുള്ള ആ ഒരു വാമ്പയർ പരിപാടി ചെയ്യുന്ന ആ മനുഷ്യൻ പൊളി സാധനം, ഒന്നും പറയാനില്ല. നല്ല മാനറിസങ്ങളും നല്ല ആറ്റിറ്റ്യൂഡും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് മൂപ്പര്. ആൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു മേക്കപ്പും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണുന്ന സമയത്തൊക്കെ നമുക്കൊരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. സോ അതിന്റെ ആ ഒരു റൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇമോഷണൽ ബോണ്ടിങ് കാണിക്കുന്നത് 18+ സീൻസ് ഒരുപാടുണ്ട്. അതായത് അഡൾട്ട് സീൻസ് എന്ന് നമ്മളൊക്കെ പറയുന്ന സംഭവം, ആ റിലേഷൻഷിപ്പ് കാണിക്കുന്ന പരിപാടികളൊക്കെ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര രീതിയിൽ നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധം എനിക്ക് നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മൈക്കിൾ ബി ജോർദാൻ്റെ ആണെങ്കിലും ആളുടെ കസിനായിട്ട് വരുന്നിട്ടുള്ള പ്രീച്ചർ ബോയ് എന്ന് വിളിക്കുന്ന ആ പുള്ളിക്കാരൻ്റെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കെമിസ്ട്രി, അവരൊക്കെ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രീതിക്ക് എനിക്ക് വർക്കൗട്ട് ആയതായിട്ട് തോന്നി. അതിന് നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള സീൻസ് തന്നെയായിരുന്നു ആ കാണിച്ച സീക്വൻസുകളെല്ലാം. അത് പറയുമ്പോൾ തന്നെ 18 വയസ്സിന് മുകളിലുള്ളവർ ഈ ഒരു പടം കണ്ടാൽ മതി. ഒരുപാട് അങ്ങനത്തെ സീക്വൻസുകളും അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലുകളും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പോയിട്ട് മോന്തയ്ക്ക് കടിക്കലും കഴുത്തിന് കടിക്കലും അങ്ങനത്തെ കുറേ കുത്തിക്കൊല്ലുക, വെട്ടിക്കീറുക എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്ലബിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു കുറച്ച് മനുഷ്യന്മാരും പുറത്ത് മൊത്തം വാമ്പയർ എന്നുള്ള സെറ്റപ്പ്, അങ്ങനത്തെ ഒരു പരിപാടി നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതിൽ ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഹൊറർ എലമെന്റ്സ് ഉള്ള, അല്ലെങ്കിൽ എന്താ ഇത് ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേക ഒരു ഒഴുക്കുണ്ട്. അതിന് ഏറ്റവും പ്രധാനം ഈ ഒരു മ്യൂസിക് തന്നെയാണ്. അത് നല്ല വെടിപ്പായിട്ട് അവർ ബ്ലെൻഡ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇക്കൊല്ലത്തെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും സിന്നേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ വേറെ പടങ്ങളൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് ലോൺ പടമാണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാം. 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇല്ലാത്തവർ ആ വഴിക്ക് പോകണ്ട. കുറേ അങ്ങനത്തെ അത്തരത്തിലുള്ള സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കണ്ടതിൽ നല്ല രീതിക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഐമാക്സിനൊക്കെ വേണ്ടി ഷൂട്ട് ചെയ്ത പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള റേഷ്യോയും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. പക്ഷെ എന്നാലും നല്ല തരക്കേടില്ലാത്ത, അത് ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു മ്യൂസിക്കിനൊരു ബീറ്റ് ഉണ്ട്. ഒരു കാലുകൊണ്ട് തട്ടുന്ന ഒരു ബീറ്റ് വരുന്നുണ്ട് ഈ ക്ലബിനുള്ളിൽ വെച്ചിട്ട്.
ഇവന്മാരുടെ പാട്ടും വേറെ ലെവലാണ്. ഇതിൽ വാമ്പയേഴ്സ് ആയിട്ട് വന്നിട്ട് കുറച്ചെണ്ണം പുറമെ നിന്നിട്ട് കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് വൻ പൊളിയാണ്. നല്ല നല്ല വൈബ് എന്ന് പറഞ്ഞാൽ നല്ല വൈബായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് സിന്നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നതിന് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.